നമസ്കാരം. ആമമോതിരത്തെക്കുറിച്ച് ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് പരിചയമുണ്ട്? അതല്ലെങ്കിൽ ആമമോതിരം എത്ര പേർ കണ്ടിട്ടുണ്ട്? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ് ആമമോതിരം. അതുമാത്രമല്ല, പലരുടെയും കയ്യിൽ നമ്മൾ ദർശിച്ചിട്ടുള്ളതുമാണ് ആമമോതിരം. ഒരു മോതിരത്തിന് നടുവിലായി ആമയുടെ രൂപം കൊത്തിവെച്ചതാണ് ഈ ആമമോതിരം. പലരുടെയും കയ്യിൽ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാകുമെങ്കിലും ഇത് എന്തിനാണ് കയ്യിൽ ധരിച്ചിരിക്കുന്നത്, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെല്ലാമാണ്, അതുമാത്രമല്ല ഇത് ഏത് വിരലിൽ ധരിക്കണം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതുപോലുള്ള മനോഹരമായ അറിവുകൾക്കായി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതോടൊപ്പം ഈ മനോഹാരിത എല്ലാവരിലേക്കും എത്തിക്കാനായി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ദശാവതാരങ്ങളിലെ രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ അവതാരമാണ് കൂർമ്മ അവതാരം അഥവാ ആമ. മലയാള ഭാഷയിൽ ആമ എന്നും സംസ്കൃതത്തിൽ കൂർമ്മമെന്നും അറിയപ്പെടുന്നു. അതിനാൽ തന്നെ ആമമോതിരം എന്ന പേരിനോട് ഒപ്പം തന്നെ കൂർമ്മ മോതിരം എന്നും ഇതിന് പേര് പറയാറുണ്ട്. മഹാവിഷ്ണുവിൻ്റെ സർവ അവതാരങ്ങളിലും സമ്പൂർണ്ണ ഐശ്വര്യം നൽകുന്നതും അതോടൊപ്പം തന്നെ സമ്പൽ സമൃദ്ധി കൊണ്ടുവരുന്നതുമാണ് ഈ ആമമോതിരം. ഈ അവതാരങ്ങളുടെ പ്രധാന ഉദ്ദേശം തിന്മയെ ഒഴിവാക്കി നന്മ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിൽ ഈ കൂർമ്മ അവതാരത്തിന് അഥവാ ആമയുടെ രൂപത്തിലുള്ള മഹാവിഷ്ണു ഭഗവാന്റെ അവതാരത്തിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മന്ദര പർവ്വതത്തെ താങ്ങി നിർത്തി പാലാഴി മദനത്തിനായി രൂപം കൊണ്ട ഈ കൂർമ്മ അവതാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ ഈ കൂർമ്മ അവതാരത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ ഏത് ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നാലും അതിനെയെല്ലാം തട്ടിമാറ്റി എപ്രകാരമാണോ മഹാവിഷ്ണു ഭഗവാൻ തൻ്റെ കൂർമ്മ അവതാരം കൊണ്ട് മന്ദര പർവ്വതത്തെ താങ്ങി നിർത്തിയത്, അതുപോലെ തന്നെ ഉപാസകനെയും ഏത് ദുഃഖത്തിൽ നിന്നും തളർന്നു പോകാതെ വീണു പോകാതെ താങ്ങി നിർത്തും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആമമോതിരം ധരിക്കുന്നവർ പൊതുവെ കരുതുന്ന ഒരു കാര്യമാണ് ഈ മോതിരം ധരിച്ചു കഴിഞ്ഞാൽ ധനം ഉണ്ടാകും, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് ഇത് ധരിക്കുന്നതെന്ന്. എന്നാൽ അത് പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും അതിനും ഒരു വാസ്തവമുണ്ട്. എപ്രകാരമാണോ കൂർമ്മ അവതാരത്തിൽ മഹാവിഷ്ണു ഭഗവാൻ മന്ദര പർവ്വതത്തെ താങ്ങി നിർത്തിയത്, അപ്രകാരം നമുക്ക് വരുന്ന ധനത്തെ നഷ്ടപ്പെടാതെ നമ്മളിൽ തന്നെ നിലകൊള്ളിക്കുകയും, അതുപോലെ ഈ മോതിരം ധരിച്ചവർ ഏത് മേഖലയിൽ ചെന്നാലും അവിടെ ഒരു വിധത്തിലുമുള്ള